മഹാരാജാവിൻ്റെ കാലത്ത് തുടങ്ങിയ അപൂർവം കോളേജുകളിൽ ഒന്നാണ് തിരുവനന്തപുരത്തെ മഹാരാജാസ് യൂണിവേഴ്സിറ്റി കോളേജ്. പക്ഷേ ഇപ്പോഴതിൻ്റെ പേര് യൂണിവേഴ്സിറ്റി കോളേജ് എന്നറിയപ്പെടുന്നതാണ്. മഹാരാജാസ് എന്ന പേര് പറയാറില്ല. പക്ഷേ യഥാർത്ഥത്തിൽ മഹാരാജാസ് യൂണിവേഴ്സിറ്റി കോളേജ് എന്നാണ് പറയുന്നത്. എറണാകുളം ലാ കോളേജിനെ മഹാരാജാസ്, എറണാകുളത്തുള്ള കോളേജിനെ മഹാരാജാസ് കോളേജ് എന്ന് പറയാറുണ്ട്. തിരുവനന്തപുരത്തിന് അങ്ങനെ പറയാറില്ല. ഈ കോളേജിൽ KR നാരായണൻ, ഇന്ത്യൻ പ്രസിഡൻ്റായിട്ടുള്ള KR നാരായണൻ അടക്കമുള്ള പ്രമുഖരായിട്ടുള്ള വലിയ ആളുകൾ പഠിപ്പിച്ചിട്ടുണ്ട്. KR നാരായണൻ പഠിപ്പിച്ചില്ല, വിദ്യാർത്ഥിയായിരുന്നു. പഠിപ്പിച്ചിട്ടുള്ളവരും ചെറിയ ആളുകളല്ല. YNV കുറുപ്പിനെ പോലെയുള്ള, AR രാജരാജവർമ്മയെ പോലുള്ള വലിയ സാഹിത്യ ശിരോമണികൾ യൂണിവേഴ്സിറ്റി കോളേജിലെ വിദ്യാർത്ഥികളായിരുന്നു. പഠിച്ചവരുണ്ട്, പഠിപ്പിച്ചവരുണ്ട്. വലിയ പാരമ്പര്യമുള്ള ഒരു കോളേജാണ് യൂണിവേഴ്സിറ്റി കോളേജ്. അതുപോലെ തന്നെ സംസ്കൃത കോളേജുണ്ട്, ഗവൺമെൻറ് ആർട്സ് കോളേജുണ്ട്, വിമൻസ് കോളേജുണ്ട്. ഇതെല്ലാം വലിയ പാരമ്പര്യമുള്ള തിരുവനന്തപുരത്തെ കോളേജുകളാണ്. ഞാൻ എന്തിനാണ് ഈ കോളേജുകളുടെ പാരമ്പര്യം പറഞ്ഞത് എന്ന് ചോദിച്ചാൽ, ഇപ്പോൾ കേരള സർക്കാരിൻ്റെ ബഡ്ജറ്റിൽ ഒരു കാര്യം കിടപ്പുണ്ട്. ഗ്ലോബൽ എഡ്യൂക്കേഷൻ ഹബ്ബാക്കി കേരളത്തെ മാറ്റും. അങ്ങനെ ഗ്ലോബൽ എഡ്യൂക്കേഷൻ ഹബ്ബാക്കി കേരളത്തെ മാറ്റും എന്ന് പറയുമ്പോൾ അന്താരാഷ്ട്ര തലത്തിലുള്ള പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികൾ കേരളത്തിൽ വരുന്നു എന്നുള്ളത് വേറൊരു വിഷയം. അത് വരട്ടെ. അതിപ്പോൾ രണ്ട് ഗവൺമെൻറ്റും അംഗീകരിച്ചിരിക്കുകയാണ്. LDFും അവർ പരവതാനി വിരിച്ച് സ്വീകരിക്കാൻ തീരുമാനിച്ചു. പണ്ട് TP ശ്രീനിവാസനെ SFIക്കാർ തല്ലിയെങ്കിലും അതിൻ്റെ ഒരു ആലോചനാ യോഗത്തിൽ അല്ലെങ്കിൽ ഒരു ബ്രെയിൻ സ്റ്റോമിംഗ് സെക്ഷൻ നടത്തിയപ്പോൾ പോലും TP ശ്രീനിവാസനെ തള്ളിയിടുകയൊക്കെ ചെയ്തെങ്കിലും പിന്നെ ഉന്നത വിദ്യാഭ്യാസ കൗൺസിലിൻ്റെ ചെയർമാനായിരുന്ന അദ്ദേഹത്തെ തള്ളിയിടുകയൊക്കെ ചെയ്തെങ്കിലും പിന്നീട് LDFും ഇത് അംഗീകരിക്കുന്നതാണ് നമ്മൾ കണ്ടത്. UDF തീർച്ചയായിട്ടും ഇതിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്നു. വിദേശ സർവകലാശാലകൾ വരുന്നു, പഠനം വളരെ രീതിയിൽ മാറുന്നു. അപ്പോൾ തിരുവനന്തപുരത്തെ യൂണിവേഴ്സിറ്റി കോളേജിനെ എന്തുകൊണ്ട് ഗ്ലോബൽ എഡ്യൂക്കേഷൻ ഹബ്ബാക്കി മാറ്റിക്കൂടാ? നേരത്തെ അവിടുത്തെ ഡിഗ്രി വിഭാഗത്തെ തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റ് നടയിൽ നടക്കുന്ന സംഘർഷവും അതുമായി ബന്ധപ്പെടുത്തിയുള്ള ഒരു വിഷയത്തിൻ്റെയൊക്കെ പേരിലാണ് ഡിഗ്രി വിഭാഗത്തെ കാര്യവട്ടത്തേക്ക് മാറ്റാൻ തീരുമാനിക്കുകയും കാര്യവട്ടത്ത് പുതിയ കോളേജ് തുടങ്ങുകയും ചെയ്തത്. പക്ഷേ കാര്യവട്ടത്തേക്ക് കൊണ്ടുപോകാൻ സമരവും മറ്റു കാരണങ്ങൾ കൊണ്ട് അന്നത് കഴിഞ്ഞില്ല. തിരുവനന്തപുരത്ത് യൂണിവേഴ്സിറ്റി കോളേജിലെ ഡിഗ്രി PG വിഭാഗത്തെ അവിടെ നിന്ന് മാറ്റണം. അത് തിരുവനന്തപുരത്ത് തന്നെയുള്ള അവർക്ക് ഒരുപാട് ദൂരെ പോയി പഠിക്കാൻ കഴിയില്ലെങ്കിൽ ആർട്സ് കോളേജ്, മറ്റ് കോളേജുകളുണ്ടല്ലോ. തിരുവനന്തപുരത്ത് തന്നെ മറ്റ് കോളേജുകളുണ്ട്, കാര്യവട്ടത്ത് കോളേജുകളുണ്ട്. അവർക്ക് വാഹന സൗകര്യവും ഹോസ്റ്റൽ സൗകര്യവും എല്ലാം കൊടുത്താൽ കാര്യവട്ടത്തോ അല്ലെങ്കിൽ ഈ പറയുന്ന മറ്റ് കോളേജുകളിലേക്കോ അവരെ മാറ്റേണ്ടതാണ്. എന്നിട്ട് യൂണിവേഴ്സിറ്റി കോളേജിനെ ഒരു ഇൻ്റർനാഷണൽ ഗ്ലോബൽ എഡ്യൂക്കേഷൻ യൂണിറ്റാക്കി മാറ്റണം. ലോകത്തിലെ ഏത് വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ പോയി പഠിക്കാൻ കഴിയുന്ന വിവരങ്ങൾ, കരിയർ ഗൈഡൻസ്, അതിൻ്റെ ഗ്ലോബൽ നെറ്റ്വർക്കിനുള്ള സംവിധാനം യൂണിവേഴ്സിറ്റി കോളേജിൽ ചെയ്യണം. എന്തുകൊണ്ട് യൂണിവേഴ്സിറ്റി കോളേജിൽ ഇത് വേറൊരു ക്യാമ്പസിൽ ചെയ്താൽ പോരെ എന്നൊരു ചോദ്യം വരാം. പക്ഷേ യൂണിവേഴ്സിറ്റി കോളേജിൽ ഇത് ചെയ്യണമെന്ന് പറയുമ്പോൾ മറ്റൊരു ക്യാമ്പസ് നഗരത്തിനകത്ത് ചെയ്യണം എന്ന് പറയുമ്പോൾ ഇനി ക്യാമ്പസ് കണ്ടുപിടിക്കൽ പോലുള്ള ഒരുപാട് വിഷയങ്ങൾ വരും. അതേസമയം യൂണിവേഴ്സിറ്റി കോളേജിൽ ഇനി കൃത്യമായി ഇത് ചെയ്യാൻ പറ്റുന്നതാണ്. സാൻസ്ക്രിറ്റ് കോളേജിൻ്റെ ക്യാമ്പസും ഗവൺമെൻറ് വിമൻസ് കോളേജിൻ്റെ ക്യാമ്പസും ഗവൺമെൻറ് ആർട്സ് കോളേജിൻ്റെ ക്യാമ്പസും ഈ 4 കോളേജുകളെയും നെറ്റ്വർക്കാക്കിക്കൊണ്ട് അന്താരാഷ്ട്ര തലത്തിലുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തണം. ഇൻ്റർനാഷണൽ ഗ്ലോബൽ കൺവെൻഷൻ സെൻറ്റർ, എഡ്യൂക്കേഷൻ കൺവെൻഷനാണ്, എഡ്യൂക്കേഷൻ കൺവെൻഷൻ സെൻറ്റർ, ഗ്ലോബൽ എഡ്യൂക്കേഷൻ ലൈബ്രറി. ഇപ്പുറത്ത് യൂണിവേഴ്സിറ്റി ലൈബ്രറി ഉണ്ട്, പക്ഷേ ഇത് ഡിജിറ്റൽ ലൈബ്രറി മതി. ലോകത്തിലെ ഏത് യൂണിവേഴ്സിറ്റിയിലെയും ഡിജിറ്റൽ വിവരങ്ങൾ പഠിക്കാൻ പറ്റുന്ന ഡിജിറ്റൽ ലൈബ്രറി, മ്യൂസിയം, അതുപോലെ തന്നെ അവിടെ പിന്നെ കൗൺസിലിംഗ് നടത്താനുള്ള സംവിധാനങ്ങൾ. 8ാം ക്ലാസ്സിൽ പാസ്സാകുന്നൊരു കുട്ടിക്ക്, കേരളത്തിൽ 8ാം ക്ലാസ്സിൽ പാസ്സാകുന്നൊരു കുട്ടിക്ക് താൻ ഏത് കോഴ്സ് എടുക്കണം, ലോകത്തിലെ ഏത് കോഴ്സ് എവിടെയുണ്ട്, അതെവിടെ പോയി എടുക്കണം എന്നൊക്കെ ഉള്ളതിനെ സംബന്ധിച്ചും കേരളത്തിൽ ആ കോഴ്സുകളുടെ സാധ്യതകളെക്കുറിച്ചും ഒക്കെയുള്ള കൃത്യമായ കൗൺസിലിങ്ങും പേരൻറ്റിങ്ങും അടക്കമുള്ള കൃത്യവിവരങ്ങൾ ടീച്ചേഴ്സിനും കുട്ടികൾക്കും പേരൻസിനും ഒക്കെ കൊടുക്കാൻ പറ്റുന്ന ടെലി പരിപാടികളൊക്കെ ഉണ്ടല്ലോ. ഇപ്പോൾ ടെലിമെഡിസിനൊക്കെ പോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വാട്സപ്പ് സംവിധാനത്തിലൂടെയും അതുപോലെ തന്നെ പിന്നെ പുതിയ ഗൂഗിളും AIയും ഒക്കെ വന്നതുകൊണ്ട് തന്നെ ഏത് സ്കൂളിനെയും നമുക്ക് ഈ സംവിധാനവുമായി ബന്ധിപ്പിക്കാം, കോളേജുകളെ ബന്ധിപ്പിക്കാം. ഏതൊരു ഫാക്കൽറ്റിക്കും തിരുവനന്തപുരത്ത് ഈ ഗ്ലോബൽ നെറ്റ്വർക്ക് സ്ഥലത്തിരുന്നു കൊണ്ട് ഈ കേരളത്തിലെ ഏത് കോളേജുമായിട്ടും ആശയസംവാദം നടത്താം. ഏത് കോളേജുമായിട്ടും ഒരു ഫാക്കൽറ്റി എല്ലായിടത്തും ഇങ്ങനെ സഞ്ചരിച്ച് കാര്യം പറയണമെന്നില്ല. അപ്പോൾ വളരെ കൃത്യമായി ആധുനിക സാങ്കേതിക വിദ്യകൾ കൂടി പ്രയോജനപ്പെടുത്തിക്കൊണ്ടുള്ള, ഞാനിത് പറയാൻ കാരണം ഉന്നത വിദ്യാഭ്യാസത്തിന്
2 പേരും വലിയ കാഴ്ചപ്പാടുള്ളവർ വന്നിട്ടുണ്ട്. ഒന്ന് ഡോക്ടർ ബി അശോക്, വലിയ കാഴ്ചപ്പാടുള്ള ആളാണ്. അതുപോലെ റോജി എം ജോൺ ചെറുപ്പക്കാരനായ മന്ത്രിയാണ്. അതുപോലെ അവിടെ ഡോക്ടർ അച്യുത ശങ്കർ ഉന്നത വിദ്യാഭ്യാസ കൗൺസിലിൻ്റെ ചെയർമാനായിട്ടുണ്ട്. ഈ 3 പേരും ചെറുപ്പക്കാരനായ മന്ത്രിയും വളരെയധികം ഭാവനയുള്ള പിന്നെ പ്രിൻസിപ്പൽ സെക്രട്ടറിയും റാങ്കിലുള്ള പിന്നെ ഡോക്ടർ ബി അശോകും, അതുപോലെ തന്നെ ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ ചെയർമാനായിട്ടുള്ള ഡോക്ടർ അച്യുത് ശങ്കറും കൂടെ ആകുമ്പോൾ തീർച്ചയായിട്ടും ഒരു ഗ്ലോബൽ ഡയമെൻഷൻ എഡ്യൂക്കേഷന് കൊടുക്കാൻ കഴിയും. അത് ലോകത്ത് നടക്കുന്ന സെമിനാറുകൾ, ചർച്ചകൾ, പേപ്പറുകൾ ഒക്കെ, അതുപോലെ ജേണലുകളിൽ എഴുതാൻ, ലോകത്ത് വരുന്ന പ്രധാനപ്പെട്ട ജേണലുകളിൽ എഴുതാൻ, ആ ജേണലുകളിലെ വിവരങ്ങൾ എടുക്കാൻ ഒക്കെ പറ്റുന്ന, കൗൺസിലിംഗ് കൊടുക്കാൻ പറ്റുന്ന, ഗൈഡൻസ് കൊടുക്കാൻ പറ്റുന്ന, ഗ്ലോബൽ യൂണിവേഴ്സിറ്റികളെ പരിചയപ്പെടുത്തുന്ന, ഗ്ലോബൽ യൂണിവേഴ്സിറ്റികളുമായി ഇൻ്ററാക്ട് ചെയ്യുന്ന, കേരളത്തിലെ യൂണിവേഴ്സിറ്റികളും കേരള യൂണിവേഴ്സിറ്റി അല്ല, കേരളത്തിലെ ഏത് യൂണിവേഴ്സിറ്റി ആയാലും ആ യൂണിവേഴ്സിറ്റികൾക്ക് അന്താരാഷ്ട്ര യൂണിവേഴ്സിറ്റികളുമായിട്ടുള്ള ഇൻ്റർചേഞ്ച് എഡ്യൂക്കേഷൻ പ്രോഗ്രാമുകൾ എടുക്കാനുള്ള പരിപാടികൾ ആസൂത്രണം ചെയ്യുന്ന, ഫാക്കൽറ്റി ഇംപ്രൂവ്മെൻറ്റ് പ്രോഗ്രാമിൻ്റെ ഏറ്റവും അഡ്വാൻസ്ഡ് ട്രെയിനിങ് കൊടുക്കുന്ന, അതെല്ലാം ഓൺലൈനിലൊക്കെ ചെയ്യാൻ പറ്റുന്ന കാലമാണ്. ട്രെയിനിങ് കൊടുക്കുന്ന ഒരു ഓഫ് ക്യാമ്പസായി ഈ പറയുന്ന സംവിധാനത്തെ മാറ്റണം. ഗ്ലോബൽ എഡ്യൂക്കേഷൻ ഹബ്ബാക്കി യൂണിവേഴ്സിറ്റി കോളേജിനെ മാറ്റുക എന്നുള്ളത് ചരിത്രത്തിൻ്റെ ഒരു അനിവാര്യതയാണ്. അത് അവിടെ പഠിക്കുന്ന കുറച്ച് കുട്ടികളുടെ ഒരു സൗകര്യമോ അവിടെ വന്നു പോകുന്ന ടീച്ചർമാരുടെ സൗകര്യമോ മാത്രം നോക്കിയല്ല ഈ കാലത്തത് ചെയ്യേണ്ടത്. ഇനി അവരിൽ നിന്ന് ചിലപ്പോൾ എതിർപ്പൊക്കെ ഉണ്ടാവാം, പക്ഷേ എന്നാൽ അവരെ ബോധ്യപ്പെടുത്തി അവർക്ക് ഏറ്റവും സൗകര്യമായ സ്ഥലങ്ങളിൽ അവർക്ക് പൊസിഷൻ കൊടുത്ത് അവരെ അപ്പോയിൻ്റ് ചെയ്ത്, അല്ലെങ്കിൽ വരുന്ന വർഷങ്ങളിൽ അവർക്ക് ഇനി അവിടെ കൂടുതൽ അഡ്മിഷൻ നടത്താതെ അതിനെ ഒന്ന് റെസ്ട്രിക്റ്റ് ചെയ്ത് ഇത് കൃത്യമായി തിരുവനന്തപുരത്തുള്ള 4 കോളേജുകളെ കണക്ട് ചെയ്തുകൊണ്ട് കൃത്യമായൊരു ഗ്ലോബൽ എഡ്യൂക്കേഷൻ നെറ്റ്വർക്ക് ഹബ്ബാക്കി തിരുവനന്തപുരത്തിന് മാറ്റാം. ഇത് ബഡ്ജറ്റിൽ പറഞ്ഞിരിക്കുന്ന ഈ ആശയത്തെ സഹായകമായ ചില സംഭാവനകൾ ഞങ്ങൾ നൽകുന്നു എന്ന് മാത്രം.